الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وأصحابه أجمعين أما بعد മഹാന്മാരായ സാദാത്തുക്കൾ, പണ്ഡിതർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, മത, ഭൗതിക, സാങ്കേതിക വിദ്യാഭ്യാസം, സമുന്നയ വിദ്യാഭ്യാസം എന്ന ഈ നയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിദ്യ അഭ്യസിക്കുകയും അതോടൊപ്പം രാജ്യത്തിൻ്റെ ഭാവി നന്നാക്കി തീർക്കുന്നതിനു വേണ്ടി സ്വശരീരത്തിൻ്റെ നന്മ നിലനിർത്തിക്കൊണ്ടും മുന്നേറുന്ന SSFന്റെ വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആയതുകൊണ്ട് ഇവിടെ വന്ന് നിങ്ങളുടെ സദസ്സിൽ സംബന്ധിച്ച് സന്തോഷം അറിയിക്കുക മാത്രമാണ് ഞാൻ പ്രധാനമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വേറെയും പ്രാസംഗികന്മാർ ഉള്ളതുകൊണ്ട് ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. എൻ്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളാണെങ്കിലും എല്ലാവരും യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. പരിശുദ്ധ ഇസ്ലാം വളരെ രഹസ്യമായും സമാധാനപരമായും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയം യുവ വിഭാഗത്തിൻ്റെയും വിദ്യാഭ്യാസമുള്ളവരുടെയും നേതാക്കളായ രണ്ട് വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, ഈ രണ്ടിൽ ഒരു വ്യക്തിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം എന്ന്. ഒന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു. അവർ ചെറുപ്പക്കാരനാണ്, ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്, ഏറ്റവും വലിയ ധീരനാണ്. അങ്ങനെ യുവാക്കൾക്കിടയിലും വിദ്യാഭ്യാസമുള്ള മുഴുവൻ ആളുകളുടെയും ഇടയിൽ അറിയപ്പെട്ട പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ ഇല്ലെങ്കിലും അതിൻ്റെ താഴേക്കിടയിൽ അന്നത്തെ ബഹുദൈവ വിശ്വാസികൾക്കിടയിൽ പ്രശസ്തനും അംഗീകരിക്കപ്പെട്ട വ്യക്തിയുമായിരുന്നു അബുൽ ഹക്കം അംർ ബിൻ ഹിശാം എന്ന് പറയുന്ന ആൾ, അഥവാ അബൂജഹൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. ഈ രണ്ടിലൊരാൾ വേണമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം വിദ്യാഭ്യാസമുള്ളവരും യുവാക്കളും സംഘടിക്കുന്ന മാർഗം മാത്രമാണ് വിജയിക്കാൻ കഴിയുക എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്രകാരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം ആശ്ലേഷിക്കുകയും അതോടുകൂടി പരിശുദ്ധ ഇസ്ലാം കൂടുതൽ പ്രശോഭിതമാവുകയും രംഗത്ത് വരികയും പ്രശസ്തമാവുകയും ചെയ്തു എന്ന് ചരിത്രം നമുക്ക്
മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ SSF സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നത്. നാം എപ്പോഴും ധാർമ്മിക ബോധമുള്ളവരാവണം. ആത്മീയ ചൈതന്യത്തിലൂടെ, ധാർമ്മിക ബോധത്തിലൂടെ, സൗഹൃദ മനസ്ഥിതിയോടുകൂടെ വിദ്യ അഭ്യസിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ നന്മ നിലനിൽക്കുകയുള്ളൂ. പഠനം വായിച്ചു പഠിച്ചതുകൊണ്ട് മാത്രം അത് പഠനമെന്ന് പറയുകയില്ല. നേരം വെളുത്താൽ എല്ലാ മനുഷ്യരും പത്രം വായിക്കാറുണ്ട്. പത്രത്തിലുള്ള വാർത്തകൾ അവർ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ഈ കൂട്ടത്തിൽ റൗഡികളും തെറ്റിപ്പോയവരും മോശപ്പെട്ടവരുമെല്ലാം ഉണ്ടല്ലോ. അവരാരും ഈ പത്രം കൊണ്ട് നന്നാകുന്നില്ല. പത്രത്തിലുള്ള തത്വങ്ങൾ അവർ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വായിച്ചു എന്ന ഒറ്റക്കാരണം കൊണ്ട് ഒരു മനുഷ്യനും നന്നാവുകയില്ല. വായിക്കുന്നതോടൊപ്പം പഠിക്കുന്നതോടൊപ്പം ഗുരുനാഥന്മാരുടെ പൊരുത്തവും ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ ആത്മാർത്ഥതയും ധാർമ്മിക ബോധവും ആത്മീയ ചൈതന്യവും നിലനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതാണ് സമുദായത്തിന് ഉപകരിക്കുക. അതാണ് സ്വശരീരത്തിന് പോലും ഉപകരിക്കുക. അതാണ് ഇവിടെ ഭീകരതയും തീവ്രതയും ഇല്ലാത്ത സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്റെ SSFന്റെ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, കലങ്ങി പറഞ്ഞ പല അവസരങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് തുടങ്ങിയതല്ല, എല്ലാ കാലവും ഉണ്ട്. ഏറ്റവും വലിയ പ്രഗത്ഭരായ അഇമ്മത്ത് അർബഅത്ത്, 4 മദ്ഹബിന്റെ ഇമാമുകൾ അവരുണ്ടായിരുന്ന കാലത്ത് കപടവിശ്വാസികളുടെ പ്രവർത്തനം മൂലം ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട്. മുഹദ്ദിസുകൾ, ഹദീസ് പണ്ഡിതന്മാരുടെ ഏറ്റവും വലിയ നേതാവായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുപോയി ഏതാനും യുവാക്കൾ. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനായ കലാം അത് മഖ്ലൂഖ് അല്ല, അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, അല്ലാഹുവിന്റെ കലാമാണ് എന്ന് ഇമാം ബുഖാരി പ്രസംഗിക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ അതിനെതിരായി ശബ്ദിച്ചുകൊണ്ട് കൂക്ക് വിളിക്കുകയും അട്ടഹസിക്കുകയും ചെയ്ത് ഇമാം ബുഖാരി ഞങ്ങൾക്കനുകൂലമായിട്ടാണ് പറഞ്ഞതെന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവമുണ്ടായിട്ടുണ്ട്. ഇമാം ബുഖാരി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് അവർ പറയുന്നത് കളവാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല, പറഞ്ഞിട്ടുമില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവന്റെ കലാമാകുന്നു എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ മുഹദ്ദിസുകളുടെ കാലത്തും അഇമ്മത്തിന്റെ കാലത്തും ഔലിയാക്കൾ സുപ്രസിദ്ധരായ അഖ്താബുകളുടെ കാലത്തുമെല്ലാം ഇവിടെ പലവിധ അഭിപ്രായക്കാരും നാശമുണ്ടാക്കുന്നവരും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും നാശങ്ങളും ഫിത്നയും ഫസാദും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇടറിപ്പോകാതെ, ഹിമ്മത്തുർ റിജാൽ തഹ്ദിമുൽ ജിബാൽ, പുരുഷന്മാരുടെ മനസ്ഥൈര്യം അത് പർവ്വതങ്ങളെപ്പോലും ധൂളിയാക്കി കളയും എന്ന് പറഞ്ഞ ആ മനസ്ഥൈര്യം എന്റെ SSFന്റെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഹക്കിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സമുദായത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഈ നാട്ടിലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ചും
പ്രവർത്തിക്കുന്നവരായി നാം മാറണം. നാം ഏറ്റവും നല്ല സൽസ്വഭാവികളാവണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അഖ്റബുൻ നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖ. അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്. നമ്മുടെ വാക്ക് നല്ലതേ പറയാൻ പാടുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് നല്ലതേ നോക്കാവൂ. നമ്മുടെ ഹൃദയത്തിൽ നല്ലത് മാത്രം ചിന്തിക്കണം. നാം ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും പുച്ഛിക്കരുത്, കളവ് പറയരുത്, ഹിതന പറയരുത്, ഫസാദ് പറയരുത്. കേട്ടതെല്ലാം അപ്പടി വിഴുങ്ങി അത് പറയുന്ന സ്വഭാവം നമുക്ക് പാടില്ല. നാം എപ്പോഴും നല്ലവരായി വളരണം, നല്ല സ്വഭാവമുള്ളവരായി വളരണം. നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് പോയാൽ അവിടെ പബ്ലിക് റിലേഷൻസ്, അതിന് പ്രത്യേകമായ ഒരു വകുപ്പുണ്ട്. അവിടെ എന്താണത് പഠിപ്പിക്കുന്നത്? പബ്ലിക്കുമായി എങ്ങനെ ബന്ധപ്പെടണം, പബ്ലിക്കിന് എന്ത് ചെയ്തു കൊടുക്കണം, ഇതിനുള്ള ഒരു പ്രത്യേക വകുപ്പ് ഗവൺമെന്റിലുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പബ്ലിക്കുമായി ബന്ധപ്പെടുന്നതിന്റെ ആദ്യ ഘട്ടം തബസ്സുമുക അലാ അഖീക ഇബാദ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക, എന്നിട്ട് അവനെ സ്വീകരിക്കുക. അതാണ്, അതൊരു ആരാധനയാണ്. അങ്ങനെ ബിംബം പോലെ അല്ല, മറിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് മനുഷ്യരെ അഭിസംബോധനം ചെയ്യണം. സുഹൃത്തുക്കൾ കാണുമ്പോൾ സലാം പറയുക, കൈപിടിക്കുക, ഒത്താശ പറയുക, വിവരങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ ഇതെല്ലാം നമ്മുടെ സംസ്കാരമാണ്. അത് ഇസ്ലാമിന്റെ സംസ്കാരം മാത്രമല്ല, മനുഷ്യന്റെ സംസ്കാരം കൂടിയാണ്. ഏത് മതത്തിലുമുള്ള മനുഷ്യരുടെ സംസ്കാരമാണ് പുഞ്ചിരിക്കുകയും ആളുകളെ സ്നേഹിക്കുകയും ആളുകളെ പ്രിയം വെക്കുകയും ചെയ്യുക. ഇത് നാം എല്ലാവരും മനസ്സിലാക്കി ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഭദ്രതയ്ക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്ന ആളുകളായി നാം മാറിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവസാന കാലം വരുമ്പോൾ ഈ പുതിയ വെള്ളത്തിൽ ഉണ്ടാകുന്ന ചണ്ടി ചവറുകളുണ്ട്. പുതുമഴ പെയ്യുമ്പോ പറമ്പിൽ നിന്നെല്ലാം ഉണങ്ങിയ ഇലകളും പുല്ലുകളും ചെടികളും അതൊന്നായിട്ട് ഇങ്ങനെ കൂടി വെള്ളത്തിലേക്ക് ഒലിച്ചാൽ വെള്ളത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. കാറ്റ് വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും. ഓ മനുഷ്യരെ, നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത്. അതാ ഒലിപ്പ് വെള്ളത്തിലുള്ള ചണ്ടി ചവറുപ്പുകളെ പോലെ നിങ്ങൾ ഒരിക്കലും ആകാൻ പാടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം, പൗരാണിക മുസൽമാന്മാർ പഠിപ്പിച്ചു തന്ന വിശ്വാസം, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. പൗരാണികളെ തള്ളിക്കൊണ്ട് നമുക്കൊരു വിശ്വാസവും ഒരു പ്രവർത്തനവും പാടില്ല. നിങ്ങൾ കേട്ടില്ലേ ഖുർആൻ പറയുന്നത്, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനൻ നാസു, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളൊക്കെ വിശ്വസിക്കണം എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് പറയപ്പെടുമ്പോൾ ഖാലു, അവർ ചോദിക്കുന്നു, അനുഅ്മിനു കമാ ആമന സുഫഹാഉ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? ഞങ്ങളെ അതിന് കിട്ടുകയില്ല. അപ്പോൾ അല്ലാഹു പറഞ്ഞു, അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ, അറിയുക, ഇവരാണ് വിഡ്ഢികൾ. ആ പ്രഗൽഭരായ സ്വഹാബികളെ സംബന്ധിച്ച് വിഡ്ഢികൾ എന്ന് പറയുന്ന ഇവരാണ് വിഡ്ഢികൾ. വലാകിന്നഹും ലാ യഅലമൂൻ, അവർക്ക് വിവരമില്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മുൻഗാമികളെ തള്ളിക്കൊണ്ടുള്ള ഒരു ഇൽമും മുൻഗാമികളെ തള്ളിക്കൊണ്ടുള്ള ഒരു വിശ്വാസവും ഒരു കർമ്മവും നമുക്ക് ഒരിക്കലും ശരിയല്ല. നാം മുൻഗാമികളെ ബഹുമാനിക്കണം, മഹത്തുക്കളെ ബഹുമാനിക്കണം, മഹത്തുക്കളുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുക്കളെയും ബഹുമാനിക്കണം, ആദരിക്കണം. പരിശുദ്ധ കഅബയും ഹജറുൽ അസ്വദും
മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും അതൊന്നും സാധാരണ മറ്റുള്ള പള്ളികളെ പോലെ അല്ലല്ലോ, അതിന് മഹത്വമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ള മനുഷ്യരെ പോലെ അല്ലല്ലോ, അവിടത്തേക്ക് മഹത്വമുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ നബിമാരെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. 2,24,000 1,24,000 നബിമാർ ഇവിടെ ഉണ്ടായിട്ട് ഒരു നബിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തില്ല. ഒരേ ഒരു നബി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅ്മഹൂൻ എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ ശരീരം കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. നബി തങ്ങളുടെ ശരീരം എന്ന് പറയുമ്പോൾ അവിടുത്തെ തലയിലുള്ള ശിരസിലുള്ള രോമങ്ങളുണ്ട്, അവിടുത്തെ കണ്ണിന്റെ രോമങ്ങളുണ്ട്, അവിടുത്തെ കണ്ണുണ്ട്, അവിടുത്തെ കാതുണ്ട്, അവിടുത്തെ കൈയുണ്ട്, കാലുണ്ട്. അവരെ ശരീരം മുഴുവനും ഉൾക്കൊള്ളുകയാണ്. ഇതിനെ എടുത്തുകൊണ്ട് അല്ലാഹു സത്യം ചെയ്തു നമുക്ക് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറ്റെല്ലാവരെക്കാളും ബഹുമാനിക്കണം. അവിടത്തോട് ബന്ധപ്പെട്ട മുഴുവനും ബഹുമാനിക്കണം, ആദരിക്കണം എന്നാണ്. അതുകൊണ്ട് മുൻഗാമികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിശ്വാസത്തോടുകൂടി ധാർമ്മിക ബോധത്തിലും ധാർമ്മിക ചിന്തയിലും ആത്മീയ ചിന്തയിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. നിങ്ങളെ സ്വന്തം ശരീരത്തിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അവസാനത്തെ വസിയ്യത്ത് നിങ്ങളെല്ലാവരും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് എല്ലാ ദിവസവും വർദ്ധിപ്പിക്കണം. കഴിവിന്റെ പരമാവധി ഫർള് നിസ്കാരത്തിന് പുറമെ സുന്നത്ത് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നവർ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. SSFന്റെ 20ാമത് സാഹിത്യോത്സവിന് വേണ്ടി ഈ സ്ഥലം നൽകിയ വ്യക്തികൾക്കും ഇതിന് സൗകര്യം ചെയ്ത വ്യക്തികൾക്കും ഇതിന്റെ വളണ്ടിയർമാർക്കും ഇതിനോട് സഹകരണവും സ്നേഹവും സൗഹാർദ്ദവും കാണിച്ച എല്ലാ വ്യക്തികൾക്കും അല്ലാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. ഈ വിദ്യാർത്ഥികൾക്ക് നീ നല്ല അറിവും നല്ല ചൈതന്യവും നല്ല ഇഖ്ലാസും ആത്മാർത്ഥതയും നൽകണം അല്ലാ. അവരുടെ വിദ്യാഭ്യാസത്തിൽ നീ പുരോഗതി നൽകണം അല്ലാ. അവർക്ക് നീ പഠിച്ച് വളർന്ന് നല്ല ഉദ്യോഗത്തിലെത്താൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. എല്ലാ സമയത്തും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരായി മാത്രം ജീവിക്കാനും ഒരിക്കലും ഒരാൾക്കും ദ്രോഹം ചെയ്യാതെ ജീവിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്കും ഈ വിദ്യാർത്ഥികൾക്കും നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ഭക്ഷണം നൽകിയ വ്യക്തി, അതുപോലെ മറ്റ് പാരിതോഷികങ്ങൾ നൽകാൻ സഹായിച്ചവർ, സ്റ്റേജ് കൊണ്ട് സഹായിച്ചവർ, സ്ഥലം കൊണ്ട് സഹായിച്ചവർ, ശരീരം കൊണ്ട് സഹായിച്ചവർ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈമാനും തഖ്വയും ഞങ്ങൾക്കെല്ലാം വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ലാ. ഒരുപാട് കാലം തന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്തു നല്ലവരായി ജീവിച്ചു അവസാനം കാമിലായ മുഅ്മിനുകളായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ.